കോൺവെർസേഷനിലോട്ട് അങ്ങ് പോകും. അതാണ് സംഭവം. കോൺവെർസേഷൻ ആൻഡ് ഗ്രാമർ. നമ്മൾ ഈ എഴുത്തിൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാമർ ആവശ്യമുള്ളൂ. നമ്മളൊരു കത്ത് എഴുതുന്ന സമയത്ത് ഒക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാമർ ആവശ്യമുണ്ട്. അല്ലാത്ത സമയത്ത് കംപ്ലീറ്റ് ഗ്രാമർ വേണ്ട. എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള സംസാര ശകലങ്ങൾ പഠിച്ചാൽ മതി. പെർഫെക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും. അത് തെറ്റില്ല. നിങ്ങൾ വിചാരിക്കുക അപ്പോൾ മുറി ഇംഗ്ലീഷായി പോകുന്നല്ല. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ്, അതിൻ്റെ എന്താ പറയുക, ബാക്ക് എൻഡിൽ നിങ്ങൾ അറിയാതെ ഗ്രാമർ പഠിക്കും. ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? വാട്ട് ഈസ് ഗ്രാമർ? ഗ്രാമർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പാറ്റേൺസാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളം ഗ്രാമർ എന്ന് പറഞ്ഞാൽ പണ്ട് മലയാള പണ്ഡിതന്മാർ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതാണ് പിന്നെ ഗ്രാമറായി മാറുന്നത്. മനുഷ്യനല്ലേ ക്രിയേറ്റ് അതേപോലല്ലോ. അപ്പോൾ ലണ്ടനിലെ എഡ്യൂക്കേറ്റഡ് നേറ്റീവ്സ് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പാറ്റേൺസാണ് ഗ്രാമർ. അത്രേ ഉള്ളൂ.